പത്തനംതിട്ട കുലശേഖരം പതിയിൽ സപ്ലൈകോ ഗോഡൌണിലെത്തിയ അരി മോശമെന്ന് റിപ്പോർട്ട്. ലോറിയിൽ നിന്ന് ഡ്രൈവർമാർക്ക് അരി ഇറക്കാനാകുന്നില്ല, മില്ലുകാർ അരി തിരിച്ചെടുക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് ഡ്രൈവർമാരുടെ പരാതി. സപ്ലൈകോ ഗോഡൌണിലെത്തിയ പോലീസ് ലോറി ഉടൻ മാറ്റണമെന്ന് നിർദ്ദേശം നൽകി. പത്തനംതിട്ടയിൽ നിന്നും പ്രവീൺ പുരുഷോത്തമനുണ്ട് വിശദാംശങ്ങളുമായി. പ്രവീൺ, ഗുണമേന്മയില്ലാത്ത അരിയാണ് എത്തിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ ക്വാളിറ്റി ചെക്കർ എന്താണ് പറഞ്ഞത്? ആര്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട കുലശേഖര പതിയിലെ സപ്ലൈകോയുടെ ഗോഡൌണിലാണ്. എൻ്റെ പുറകിൽ കാണുന്ന ലോറിയിലാണ് അരി കൊണ്ടുവന്നത്. ഇതുപോലെയുള്ള 5 ലോറികളിലായാണ് അരി ഈ ഗോഡൌണിലേക്ക് എത്തിച്ചത്. ഇവിടെ അരി എത്തിച്ചപ്പോൾ വകുപ്പിൻ്റെ ഒരു പരിശോധന ഉണ്ടായിരുന്നു, ക്വാളിറ്റി ചെക്കറുടെ ഒരു പരിശോധന ഉണ്ടായിരുന്നു. ആ പരിശോധനയിൽ ഈ അരി, ലോറിയിൽ കൊണ്ടുവന്ന അരി ഗുണമേന്മയില്ല എന്ന് കണ്ടെത്തി. അത് ആ റിപ്പോർട്ടിൽ വിശദമായി പറഞ്ഞിരിക്കുന്നത് നോ സൈസ് ആൻഡ് കളർ യൂണിഫോമിറ്റി ആൻഡ് പുവർ അപ്പിയറൻസ്, ഈ കാരണങ്ങളാലാണ് അരി ഇവിടെ എടുക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചിരിക്കുന്നത്. ഈ 5 ലോറികൾ ഇവിടെ വന്നിട്ടിപ്പോൾ ഒരു ദിവസത്തിലധികമായി. ഇവിടെ ലോഡ് ഇറക്കാനും കഴിയുന്നില്ല. ഈ ലോറി ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തിയ ലോറി ഡ്രൈവർമാരാണെങ്കിൽ അവർക്ക് ഈ വാഹനം ഇവിടെ നിന്ന് തിരിച്ചെടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവർക്ക് ഈ അരി എത്തിച്ചതിൻ്റെ കൂലി ലഭിക്കേണ്ടതുണ്ട്. അല്പസമയം മുമ്പ് പോലീസ് ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. കാരണം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തേക്കാണ് ഈ ഗോഡൌണിൻ്റെ പ്രവേശന പാത എന്നുള്ളത്. ഇവിടെയാണ് ഈ 5 ലോറികളും ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോറി ഇവിടെ നിന്ന് മാറ്റിയെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ലോറികൾക്ക് അരിയുമായി ഈ ഗോഡൌണിലേക്ക് എത്താൻ കഴിയും. ഇപ്പോൾ ദൃശ്യത്തിൽ കാണാം, നമുക്ക് മറ്റൊരു ലോറി അരി ലോഡുമായി ഈ ഗോഡൌണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ക്വാളിറ്റിയുള്ള അരിയാണ്. ഈ അരി ഇപ്പോൾ ഉടൻ തന്നെ ഇറക്കും. പക്ഷേ ഇതിൻ്റെ എതിർവശത്ത് കാണുന്ന ഈ 5 ലോറികളിലെ അരി അത് ക്വാളിറ്റി ഇല്ലാത്തതാണ് എന്നാണ് ഡ്രൈവർമാരും പ്രതിസന്ധിയിലാണ്. എവിടെ നിന്ന് എത്തിച്ച അരിയാണിത്? ഇത് എത്തിച്ചിരിക്കുന്നത് എറണാകുളം കാലടി JBS അഗ്രോമിൽ ആ അരി കമ്പനിയിൽ നിന്നാണ്. അവിടെ നിന്നാണ് അരി ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ കമ്പനി ഉടമ നിങ്ങളോട് എന്താണ് പറയുന്നത്? കമ്പനി ഉടമ പറയുന്നത് അവർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ അവർ സംസാരിക്കുന്നത്. വണ്ടി ഇവിടെ കിടക്കട്ടെ എന്നാണ് പറയുന്നത്. ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അവരുടെ ഭാഗത്തുനിന്ന് തീരുമാനം ഉണ്ടായാലുള്ളൂ നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ കാലടിയിലെ JBS അഗ്രോമിലിൽ നിന്നും അരി കയറ്റിയപ്പോൾ അവിടെ ഒരു വിശദമായിട്ടുള്ള പരിശോധന നടക്കില്ല. ഇത് അരി ഗുണമേന്മയുള്ളതാണോ ഇല്ലയോ എന്നുള്ളത് എറണാകുളം QC ചെയ്ത് ചെക്ക് ചെയ്തതാണ്. ഞങ്ങളുടെ വണ്ടി കയറ്റുമ്പോൾ QC അവിടെ ഉണ്ട്. QC ബാക്കിയുള്ള ലാട്ടുകളും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് പരിശോധനയിൽ ക്വാളിറ്റി ചെക്കർ അതിൻ്റെ റിപ്പോർട്ട് എന്താണ്? പാസ്സായാലേ അവിടുത്തെ നോക്കി ചെക്ക് പാസ്സായെങ്കിൽ മാത്രമേ ലോഡ് കയറ്റത്തുള്ളൂ. അവിടുന്ന് ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ എന്താണ് പറയുന്നത്? ഇവിടുത്തെ പത്തനംതിട്ട QC ചെയ്ത് ചെക്ക് ചെയ്തപ്പോൾ അരി മോശമാണ്, തിരിച്ചു പോകാനുള്ള പേപ്പറും നമുക്ക് തന്നു. അവിടുത്തെ മില്ലിൽ നിന്ന് നമുക്ക് സാങ്ഷൻ കിട്ടിയിട്ടില്ല, അങ്ങോട്ട് ചെല്ലണ്ട എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്കുള്ള കൂലി ആരാണ് തരേണ്ടത് യഥാർത്ഥത്തിൽ? ഇപ്പോൾ ഇത് കൂലി തരേണ്ടത് കമ്പനിയാണ്, മില്ല് ഉടമയാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത് സർക്കാർ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഈ മില്ലിൽ നിന്നും അരി കയറ്റിയപ്പോൾ അവിടുത്തെ പരിശോധനയിൽ തെളിഞ്ഞത് അരിക്ക് ഗുണമേന്മ ഉണ്ട് എന്നാണ്. പക്ഷേ സർക്കാർ ഗോഡൌണിലേക്ക് എത്തിയപ്പോൾ ലോഡ് ഇറക്കുന്നതിന് മുമ്പ് ഉള്ള പരിശോധനയിലാണ് അരിക്ക് ഗുണമേന്മയില്ല എന്ന് കണ്ടെത്തിയത്. അതായത് ഒരേ അരിക്ക് തന്നെ 2 രീതിയിലുള്ള പരിശോധന ഫലമാണ് വന്നിരിക്കുന്നത്. മില്ലിൽ നിന്ന് കയറ്റിയ അരിക്ക് ഗുണമേന്മയുണ്ട്, പക്ഷേ അതേ അരി ഈ ഗോഡൌണിലേക്ക് ഇറക്കാൻ നേരത്തെ നടത്തിയ പരിശോധനയിൽ അരിക്ക് ഗുണമേന്മയില്ല എന്ന് പറയുന്നു. ഏതായാലും ഈ ലോറി ഡ്രൈവർമാർ ഇപ്പോൾ പറയുന്നത് അവർ ഇവിടെ നിന്ന് ലോറി മാറ്റില്ല എന്നുള്ളതാണ്. കാരണം അവർ വന്ന കൂലി കൊടുക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ലോഡ് ഇവിടെ ഇറക്കി കഴിയുമ്പോൾ സർക്കാരാണ്, സപ്ലൈകോയാണ് ഈ ലോറി ഡ്രൈവർമാർക്ക് ആ കൂലി കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഈ അരി സർക്കാർ ഏതായാലും ഗുണമേന്മയില്ലാത്തതുകൊണ്ട് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് മില്ലിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാനാണ് ഇപ്പോൾ സർക്കാർ നിർദ്ദേശം. പക്ഷേ മില്ലുകാർ പറയുന്നത് ഈ അരി ഇനിയും അവർക്ക് വേണ്ട, അല്ലെങ്കിൽ ഈ ലോറിയുടെ വാടക മില്ലുകാർ കൊടുക്കില്ല എന്നുള്ളതാണ്. ഏതായാലും പോലീസ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ 5 ലോറികളും ഈ ഗോഡൌണിന് മുന്നിൽ നിന്ന് മാറ്റണമെന്ന്. പക്ഷേ അതിന് ഇവിടെയുള്ള ലോറി ഡ്രൈവർമാർ തയ്യാറായിട്ടില്ല. അവർക്ക് കൂലി ലഭിച്ചെങ്കിൽ മാത്രമേ അവർ ഇവിടെ നിന്ന് പോകൂ എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ലോറി ഡ്രൈവർമാർ. പ്രവീൺ, ഇപ്പോൾ നിലവിൽ 2 പ്രതിസന്ധിയാണ്. ഒന്ന്, അരി ഇറക്കാൻ കഴിയുന്നില്ല ജീവനക്കാർക്ക്, അല്ലെങ്കിൽ ആ ലോറി ഉടമകൾക്ക് ലോറി ഡ്രൈവർമാർക്ക് പൈസ കിട്ടുന്നില്ല എന്നുള്ള 2 പരാതികളാണ്. അപ്പോൾ നേരത്തെയും ഈ ക്വാളിറ്റി ചെക്കിംഗ് നടത്തിയിരുന്നു. ഇത് ഈ അരി കയറ്റുന്ന സമയത്ത് തിരിച്ചു വരുമ്പോഴും ഇവിടുത്തെ ക്വാളിറ്റി ചെക്കറാണ് ഇതിന് ഗുണമേന്മയില്ല എന്നുള്ളൊരു കാര്യം പറയുന്നത്. അപ്പോൾ ഈ ലോറി ഉടമകളോ അല്ലെങ്കിൽ വിതരണം ചെയ്യാൻ എത്തിയവരോ ഇക്കാര്യം ഇവിടെയുള്ള ക്വാളിറ്റി ചെക്കറിനെ അറിയിച്ചിരുന്നു? അരി, അതായത് 2280 ചാക്ക് അരിയാണ് ഇപ്പോൾ ഈ 5 ലോറികളിലായി ഉള്ളത്. സാധാരണഗതിയിൽ
മില്ലിൽ നിന്നും ഈ ലോറിയിലേക്ക് അരി കയറ്റുമ്പോൾ ആ അരിയുടെ ഗുണമേന്മ കൃത്യമായി ഒരു പരിശോധന നടത്തും. പക്ഷേ അവിടെ നടത്തിയ പരിശോധനയിൽ ഈ അരിക്ക് ഗുണമേന്മ ഉണ്ട് എന്നാണ് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അത് കാലടിയിൽ നിന്നും ഇത്ര ദൂരം സഞ്ചരിച്ച് ഇവിടെയുള്ള പത്തനംതിട്ട കുലശേഖരപതിയിലെ സപ്ലൈകോയുടെ ഗോഡൌണിലേക്ക് എത്തിയപ്പോൾ ഇവിടെ നടത്തിയ പരിശോധനയിലാണ് ഈ അരിക്ക് ഗുണമേന്മയില്ല എന്ന് കണ്ടെത്തിയത്. അത് 3 കാരണങ്ങൾ പറയുന്നു. ഒന്ന്, അരിയുടെ വലിപ്പം സംബന്ധിച്ച് പറയുന്നു. പിന്നീട് പല നിറത്തിലുള്ള അരിയാണ് എന്ന് പറയുന്നു. അങ്ങനെ നിരവധി കാരണങ്ങൾ ഇവിടെ നടത്തിയ ക്വാളിറ്റി പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഇനി അന്വേഷണ വിധേയമാക്കേണ്ടത്. കാരണം ഒരു അരിക്ക് തന്നെ നമുക്കറിയാം, കാലടിയിൽ നിന്നും ഒരു ലോറി സഞ്ചരിച്ച് പത്തനംതിട്ടയിലെ കുലശേഖരപതിയിലേക്ക് എത്തണമെങ്കിൽ ഇത്ര മണിക്കൂർ മാത്രം മതി. അതിനുള്ളിൽ ഈ അരി എങ്ങനെയാണ് ഗുണമേന്മ ഇല്ലാതാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അപ്പോൾ ഈ അരിമില്ലിൽ നിന്നും കൊടുത്തയച്ചപ്പോൾ ഈ അരിക്ക് ഗുണമേന്മയുണ്ടെന്ന് സർട്ടിഫൈ ചെയ്തത് ആരാണ്? ആ ഗുണമേന്മ ഉണ്ടെന്ന് ഉറപ്പിച്ചത് ആരാണ്? ഒപ്പം തന്നെ ഇവിടെ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള പരിശോധനയിൽ അരിക്ക് ഗുണമേന്മയില്ല എന്നും പറയുന്നു. ഏതായാലും ഈ 5 ലോഡ് അരി ഇപ്പോൾ ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. ഇത് തിരികെ കൊണ്ടുപോകാൻ ഈ ലോറി ഉടമകൾ തയ്യാറാകുന്നില്ല. നമുക്ക് ഓർക്കണം, ഇത് സാധാരണ ആളുകൾക്ക് വിതരണം ചെയ്യേണ്ട അരി കൂടിയാണ്. ആ അരിയാണ് ഗുണമേന്മയില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇവിടെ ഗോഡൌണിലേക്ക് സ്വീകരിക്കാതെ ഇരിക്കുന്നത്. ഏതായാലും ഈ ലോറി ഉടമകളെ സംബന്ധിച്ച് അവർ പറയുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള കൂലി കിട്ടണം എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ അവർ ഇവിടെ നിന്ന് പോകില്ല എന്ന് പറയുന്നു. ഈ ഗോഡൌണിന്റെ പ്രവേശന കവാടത്തിലാണ് ഈ വാഹനം കിടക്കുന്നത്. ഏതായാലും പത്തനംതിട്ടയിൽ നിന്ന് പോലീസ് എത്തി 2 ലോറികൾ ഒരു വശത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ലോറി നിറയെ ലോഡുമായി അരി ഇറക്കുന്നതിനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ നിരവധി ലോറികളാണ് അരിയുമായി ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ പ്രതിസന്ധി ഉടൻ തന്നെ തീർക്കണം എന്നാണ് ലോറി ഡ്രൈവർമാർ പറയുന്നത്. പത്തനംതിട്ടയിലേക്ക് എത്തിയ അരിക്ക് 2 റിപ്പോർട്ടുകളാണ് ക്വാളിറ്റി ചെക്കർമാർ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയാണ് ലോറി ഡ്രൈവർമാരും നേരിടുന്നത്. പ്രവീൺ പുരുഷോത്തമനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.